വാങ്കഡയിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും മുമ്പ് ഏറ്റുമുട്ടിയിട്ടുള്ളത് 2 തവണയാണ്. അതിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും ഓരോ തവണ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വലാണ്. ഇനി വാങ്കഡ പിച്ച് നോക്കിയാൽ പിച്ച് ഫ്ലാറ്റ് ബാറ്റിംഗ് പിച്ചാണ്. അപ്പോൾ 2 മത്സരങ്ങൾ വേൾഡ് കപ്പിൽ നേരത്തെ കളിച്ചിട്ടുണ്ട്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് അതിലുണ്ടായത്. ഒന്ന് നല്ല ബാറ്റ്സ്മാൻമാർ കൂടുതൽ റൺസ് നേടിയ മത്സരമായിരുന്നു. അപ്പോൾ ഇന്നും ഒരു 200 അല്ലെങ്കിൽ 200 വരെയുള്ള സ്കോറുകൾ ഈസിയായിട്ട് നേടാൻ പറ്റുന്ന പിച്ച് തന്നെയാണ് വാങ്കഡയിൽ നിന്നാണ് പിച്ച് റിപ്പോർട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് 6 ഓവർ വളരെ നിർണായകമായിട്ടുള്ളൊരു സംഭവമാണ്. ആദ്യത്തെ 6 ഓവറുകളിൽ സിംഗ് അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളേഴ്സിനെ പിന്തുണയ്ക്ക് തെറിപ്പിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ 6 ഓവറിൽ ന്യൂ ബോളിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കാനായിരിക്കും ബാറ്റ് ചെയ്യുന്ന ടീം ശ്രമിക്കുന്നുണ്ടാവുക. ഡ്യൂ ഫാക്ടർ എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന്. അതുകൊണ്ട് തന്നെ ടീമുകൾ ടോസ് കിട്ടി ബോളിംഗ് ചൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് വെസ്റ്റ് ഇൻഡീസിനോട് ഒന്ന് പതറിയിട്ടാണ് ഇന്ത്യ ജയിക്കുന്നത്. സഞ്ജുവിൻ്റെ ഉജ്ജ്വല ഫോം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പരാജയപ്പെട്ടേനെ. ഈ സൗത്ത് ആഫ്രിക്കനോട് ആ വീക്ക്നെസ് ഒക്കെ തുറന്നു കാണിച്ച് സൗത്ത് ആഫ്രിക്ക ഇന്ത്യനെ എറിഞ്ഞിട്ടതാണ്. അപ്പോൾ ചേസിങ്ങിൽ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തിലക് വർമ്മയൊക്കെ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഇന്ത്യനെ ഒരു അനുകൂലമായിട്ട് ബാധിച്ചേക്കാം. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആയിരിക്കും ഇന്ത്യക്ക് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇന്ത്യയിൽ നമുക്ക് എല്ലാവരും ഫോമിലേക്കൊക്കെ എത്തി നമുക്കറിയാം ഏകദേശം എല്ലാ ബാറ്റ്സ്മാൻമാരും ബോളേഴ്സൊക്കെ തന്നെ. അതിൽ നമുക്ക് ഇന്ത്യയുടെ പ്രോബ്ലംസ് എവിടെയെന്ന് നോക്കാം. ഒന്ന് അഭിഷേക് ശർമ്മയാണ്, വേൾഡ് നമ്പർ 1 ബാറ്റ്സ്മാനാണ്, ഫോം ഔട്ട് തന്നെയാണ്. വരുൺ ചക്രവർത്തി വേൾഡ് നമ്പർ 1 ബോളേഴ്സാണ്, ഫോം ഔട്ടാണ്. ഇവർ രണ്ടും ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് ആധിപത്യം കൂടുതൽ. ബാക്കി എല്ലാവരും മികവത്ത് കളി ജയിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ ഇഷാൻ കിഷൻ, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇതിൽ ഏതെങ്കിലും ഒരാൾ 70+ റൺസ് നേടിയാൽ തന്നെ ഇന്ത്യ ജയിക്കാനുള്ള ചാൻസ് നേരത്തെ പറഞ്ഞ പോലെ 75 അല്ലെങ്കിൽ 80% ഒക്കെ എബോവ് ആണ്. അപ്പോൾ ഇതൊരു ഘടകമാണ്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ ബോളിംഗ് നിരയിൽ വന്നാൽ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ ഒരുപാട് പേര് ഫോം ഔട്ടാണ്. അതായത് ഇപ്പോൾ ജേക്കബ് ബദൽ, ഫിൽ സാൾട്ട്, അതുപോലെ തന്നെയാണ് നമ്മൾ ജോസ് ബട്ട്ലർ, ഇവരൊന്നും തന്നെ മികച്ച കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്നൊന്നുമില്ല. അവരെ ഏറ്റവും കൺസിഡർ കളിക്കുന്നത് വിൽ ജാക്സ് ആണ്. ഓക്കെ, വിൽ ജാക്സിൻ്റെ ഓൾറൗണ്ട് മികവിലാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ക്യാപ്റ്റൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ ബ്രുക്ക് ഒരു 10 ബോളിലധികം നിന്ന് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം അപകടകാരിയാണ്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ബ്രുക്കിനെ പുറത്താക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പിന്നെ സാം കറൻ, ലിയാം ഡോസൺ ഒക്കെ നല്ല ബോളേഴ്സ് തന്നെയാണ്. അവരും കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും അവർക്ക് കാണിക്കാൻ പറ്റില്ല. അതുപോലെ ജോഫ്ര ആർച്ചർ, ഇവരൊക്കെ തന്നെ ഫോമിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിനും ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. എന്നിരുന്നാലും ഇതുവരെയുള്ള കളികളും കണക്കുകളും വെച്ചിട്ട് ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ 8ലെയും പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ നേരത്തെ വിലയിരുത്തിയാണ്. അത് വെച്ചിട്ട് ഇന്ത്യക്കാണ് ഒരു പൊടിക്ക് മുൻതൂക്കമുള്ളത്.